അവരോടൊന്ന് പുറപ്പെട്ടിട്ടേ വണ്ടി പോകുന്നുണ്ടേ. അത് ചെറിയ ആംബുലൻസാ? ആ അതെ അതെ, ആംബുലൻസ് തന്നെ. ആ കട്ടിലൊക്കെ പിടിച്ചിട്ടില്ലേ? ആ അങ്ങനെ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ നടത്തണം, അല്ലെങ്കിൽ ആകെ കൊടുക്കും. ഓക്കെ. ആ ഇക്കാക്ക പിന്നൊരു കാര്യം. എന്താടാ പറയാ? ആ ഇമ്മാനോട് ഒരിക്കലും പറയണ്ട. ഓക്കെ. ആ ഓക്കെ. അങ്ങനെ ഇറങ്ങൂടെ മക്കളെ കൂടി ഇങ്ങോട്ട് വന്നോടിച്ച് കുരിപ്പേ. ഇങ്ങോട്ട് വാ എന്താ മടിച്ച ഇങ്ങോട്ട് പാടി പെണ്ണ. എന്താ ഇത്ര മടി അവനാണ്ട് കൂടി കയറുമ്പോ? ആ എന്തൊക്കെയുണ്ട് സുലു? എന്താടി എല്ലാരും കൂടി ആംബുലൻസില്? വിധി അല്ലാണ്ട് എന്ത് പറയാനാ? എത്ര നല്ല ആണുങ്ങൾ വന്ന് ഇന്നെ കല്യാണം ചോദിച്ചിട്ട് എന്നിട്ട് കിട്ടിയത് ഗതി കെട്ടവനല്ലേ. എന്തിനാ പിന്നെ എല്ലാരും കൂടി ആംബുലൻസിൽ വന്നേ? ഒരു ഓട്ടോറിക്ഷ വിളിച്ച 50 ഉറുപ്പ്യ കൊടുക്കാനുള്ള ദൂരേ ഉള്ളൂ. അത് കൊടുക്കാനായി പിസ്ക്. എവിടെയോ പോയി ഷവർക്കിങ്ങാണ്ട് വരുന്ന ആംബുലൻസിൽ കയ്യാട്ടി, എന്നിട്ട് ഇന്നെ മക്കളിനെ അതിൽ വലിച്ചു കയറ്റി. മടക്ക വരുന്ന വണ്ടി ആയതുകൊണ്ട് 20 ഉറുപ്പ്യ കൊടുത്താൽ മതിയല്ലോ, ബാക്കി പൈസക്ക് ലോട്ടറി എടുക്കാലോ. ഇജ അത് പറയരുത്, ലോട്ടറി എടുത്തോട്ടെ പാവം. പിന്നെ എന്നും ഓട്ടോറിക്ഷ വിളിച്ചു വരാൻ ഓന്റെ അടുത്ത് വിടുന്ന കായി. ശരിയല്ലയാ, അങ്ങനെ പറഞ്ഞു കൊടുക്കി. നിങ്ങൾ രണ്ടാളേമാരെ കൈമ കിട്ടണക്ക് ജീവിക്കാൻ. അതിനെ കൊണ്ടേക്കോ അത് കയറ്. അവനെ പെരേക്ക് വന്നിട്ട് ചെലവ് കുറക്കാൻ ഒരു വഴിയില്ല. അതെന്താളിയാ? എന്നും കുട്ടികളുടെ വരവാണ് നിർത്തുക. ഏയ് അതൊന്നും ശരിയാവില്ല. സുലോ എന്താണു ലോഹറ് വാങ്ങിക്കൊടുത്തിക്കണ്, പൈക്കുണ്ട്, ചോറമ്പിക്കാം. ആ ബലിക്കൊക്കെ പിന്നെ കൊടുത്താൽ മതി. ആ വെല്ലിമ്മ എന്താ പറഞ്ഞേ? ഇത്താത്ത, ലോകത്ത് എവിടെ ചെന്ന് തിന്നാലും നിങ്ങൾ വെച്ചോളുമ്പോ തന്നെ രുചി കിട്ടൂലെന്ന്. നിങ്ങളെ ഈ വീട്ടിലെ മരോളല്ല, ഉമ്മയാണ്. ഉമ്മ ചെമ്പ് കാലേക്കുന്നു, നീ എന്നെ വല്ലാണ്ട് പുകയത്തണ്ട. തീർന്നാലെന്താ, ഒരു 2 മണി തന്നെ വെച്ചാ പോരെ? നിങ്ങൾക്കൊക്കെ ഇവിടെ എന്താ പണി? ഒരു ഉത്തരവാദിത്ത ബോധം ഇല്ലാണ്ടേ. ചിലക്കണ്ട് മുണ്ടാണ് നീച്ചു പോയിക്കോളി. നീക്ക് തന്നെയാണ്, അല്ലാണ്ട് അവിടെ ഇരിക്കണല്ല. അല്ല പിന്നെ എന്ത് ഓർപ്പിക്കലാടി എന്റെ പുതിയ കാട്ടണ്. വിശാലായിട്ടൊന്ന് ഉറങ്ങണം. ആ എടി 3 മണിക്ക് ലോട്ടറി റിസൾട്ട് വരും, വിളിക്കാൻ മറക്കണ്ട കേട്ടോ. എടി ആ മുസീബത്ത് ഇപ്പൊ വരും, വന്ന് നമ്മളെ റൂം എടുക്കണ്ട. പൂട്ടിയില്ലേ? ഒക്കെ ഞാൻ ശരിയാക്കി, നിങ്ങൾ ഒന്നോണ്ട് ബേജാറാവണ്ട. അളിയ ചോറൊക്കെ തിന്ന് നല്ല റാഹത്തായി. ഇനി കുറച്ച് വിശ്രമിക്കണം. വിശ്രമില്ലാണ്ട് പോലെ മനുഷ്യൻ തലവേന വരും. അപ്പൊ ഉച്ചരിഞ്ഞ് കാണാം. ഓക്കെ ഇത്താത്ത, ഇതെന്താ ഈ കട്ടില് ചേച്ചിട്ടിക്കണ്? ഒന്നും പറഞ്ഞില്ല കുഞ്ഞാമ്മോ, അതിന്റെ ഉള്ളിൽ നിറച്ച് മൂട്ടെ. ഒക്കെ ചാൻ വേണ്ടി മരുന്ന്. അതെ, അവിടെ കണ്ട ഇങ്ങോട്ട് പോന്നാളി, അവിടെ ഭയങ്കര സ്മെല്ല. എന്നാ പിന്നെ ഞാൻ ചെറിയ ആളെ റൂമിൽ കിടന്നോളാം. ഇത് ഉറങ്ങാതെ പറ്റൂലല്ലോ. അത് ശരി, ചെറിയ ആളെയും വേറെന്തോ മൂടില്ല. ആ അങ്ങനൊക്കെ ഉണ്ടാവും. മിഞ്ഞാന്ന് ഗൾഫിൽ നിന്ന് വന്നതല്ലേ, ഓൽക്കും വേണ്ടേ ഒരു ഉച്ച സന്തോഷം അല്ലേ താത്ത? ഈ മകന്മാർക്ക് റൂം പുറത്തോട്ടും പോയി കിടന്നു. ഇത് പുറങ്ങാതെ പറ്റൂലല്ലോ. സുനിയെ അവിടെ അന്നെ തന്നെ ഈ നാളെ 5 ടിക്കറ്റ് അടിക്കാം. അല്ലടോ, എന്നും ടിക്കറ്റ് എടുക്കാൻ എൻ്റെ അടുത്ത് ഇടുന്ന കായി. അതിനെ ഇന്റെ 2 കരികരുത്ത അളിയന്മാരെ ഞാൻ പണിക്ക് പറഞ്ഞേക്കുന്നുണ്ട്. പോരാത്തേന് കോന്തലക്ക് നിറച്ച് കായുള്ളൊരു വെല്ലിമുണ്ട് കുടിയിൽ. പടച്ചോനെ നേരം വൈകി. നേരത്തെ ചെന്നില്ലെങ്കിലേ 4 മണിക്ക് സർക്കാർ ചായയും കുറുക്ക് പൊങ്ങിയതാ. ആ പഹന്മാര് കാച്ചിക്കാളൂ. പോട്ടെ. അല്ലടോ, കായവിടെ? അത് ഗൂഗിൾ പേ ചെയ്യാടോ. വീർപ്പിക്കല്. എന്തായാലും ഇതിനൊരു അറുതി വരുത്തണം. 1 മണിക്കും പോവാത്ത അളിയനെ എത്ര കാലാ തീറ്റി പോറ്റാ? ചുറ്റുവട്ടത്തുള്ളവരൊക്കെ പറയാൻ തുടങ്ങിയുള്ളൂ. ആകെ നാണക്കേട്.
ഈ വല്യമ്മയാണ് കുഞ്ഞാമൂന് പൈസ കൊടുത്ത് വശലാക്കണത്. എന്തിനാ വല്യമ്മ അളിയൻ ഇങ്ങനെ കായ് കൊടുത്ത് വഷളാക്കണേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കായെടുത്ത് കൊടുക്കണേന്ന്? സുലു 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. ആ ബെസ്റ്റ്. ആ വരുന്നുണ്ട്. അല്ല വല്യമ്മ, കൂർക്കൊക്കെ തീർന്നാ? മുറുക്കാനൊക്കെ തീർന്ന് ഇനി വാങ്ങിട്ട് വേണം. ഒക്കെ മുണുങ്ങി തീർത്തല്ലേ? അടുക്കള വല്ല ഉണ്ടാണാവോ? സുരുവാ, എന്താ കത്തിപ്പിടിച്ചില്ല? അച്ഛ വിറകണം, അതാണ് ആ കത്തിപ്പിടിച്ചത്. അല്ലടുത്ത് ഇപ്പോഴും ആയില്ല. ആയാണ് തെരിഞ്ഞ കുഞ്ഞാമോ, ഇതൊന്നും തിരക്കൂട്ടാതിരിക്ക്. എങ്ങനെ തിരക്കൂട്ടാണ്ടിരിക്കും? ഇന്നലെ 1.5 കിലോ കൂർക്ക പൊങ്ങിട്ട് നിങ്ങളെല്ലാം കൂടെ മുണിങ്ങില്ലേ? ഒരു കണ്ടക്ക് കിട്ടിയാ നാണുമാണില്ലാത്ത ഭാര്യ വിട്ടൊരു ഭാര്യ ഇവിടെ എന്നുള്ള ഓർമ്മക്കണ്ടല്ലേ? സന്തോഷം. ആരെ വന്നിണ്ട് തോന്നുന്നു. പോയി നോക്കി. തത്ത പോയി നോക്കി ആരാന്ന്. വേണ്ട, ഞാൻ നോക്കാം. ആദ്യം ഇത് നോക്കട്ടെ. പിന്നെ വെന്ത ഒന്നാങ്ങനെ മുണങ്ങണ്ട, ഞാനും വരും ട്ടാ, നോക്കട്ടെ. ആരാന്നോ? ഇതെന്ത് ചോദ്യാ കുഞ്ഞാമോ? ഇപ്പൊ തന്നെ ഈ വേണ്ടപ്പെട്ടവരെങ്ങനെ മറന്നാലോ? അന്റെ ഭാര്യ വീടിന്റെ തൊട്ടടുത്ത അയൽവാസിയല്ല ഞാൻ. അനക്കെന്നെ മനസ്സിലായില്ലെങ്കിൽ എനിക്ക് എന്നെ നല്ല മനസ്സിലായിക്കണ്. ഇജിപ്പോ വെറും കുഞ്ഞാമല്ലല്ലോ, കോടീശ്വരനായ കുഞ്ഞാമല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇജെന്നാ പൊട്ടം കളിക്ക? നിങ്ങൾ കാര്യം പറയുന്നു. പൊന്നാരന്റെ പഹയ അനക്കല്ലേ പൂജാമ്പറിൽ ഒറ്റ അടിച്ചിക്കണ്. ഇജി നല്ല സുബ്രുവിന്റെ കൈ നിർത്തില്ലേ, അതിനാണ് 1ാം സമ്മാനം അടിച്ചിക്കണ്. 12 കോടി. 12 കോടിയോ? ഇക്കോ? സത്യം പറ. സത്യം പറയുന്നു. നമുക്ക് ഞാൻ ബാങ്കിന്റെ കുട്ടിയാ വന്നിക്കണത്. വേഗം റെഡിയായി, നമുക്ക് ബാങ്കിൽ പോവാ. ഞാനേ കുറച്ച് മിഠായി വാങ്ങിയിട്ട് നാട്ടിലൊക്കെ വിതരണം ചെയ്തിട്ടാ വരുന്നേ. കുഞ്ഞാമു നമ്മുടെ സ്വന്തല്ലേ. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ കുഞ്ഞാമു. കൺഗ്രാജുലേഷൻ മിസ്റ്റർ കുഞ്ഞാമു. ഓക്കെ. സർ, താങ്കൾ ഞങ്ങളുടെ ബാങ്കിൽ മിനിമം 4 CR എങ്കിലും ഇടണം. കൺഗ്രാജുലേഷൻ മിസ്റ്റർ കുഞ്ഞാമു. ഇത് പൊട്ടുന്നത് ഇരിക്കാൻ സ്ഥലം കൊടുക്കും. മാറിക്കവിടുന്ന എന്താ കാലിന്ന് ലേശം കാറ്റും വെളിച്ചം കിട്ടി. അതെ, ഒന്ന് എല്ലാരും ഒന്ന് മാറിക്കി, ഒന്ന് കാറ്റും വെളിച്ചും കിട്ടിക്കോട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞേ? ഒന്നുണ്ട് മാറി. ഞാൻ വീശിക്കോളാം. അങ്ങനല്ലടോ വീശല്. അങ്ങനെയല്ലോ വീശില്. ഇങ്ങനെ വീശ. രാത്രി വീശിയാ പോലെ സാർ. അതിനോ താൻ വീശ്. നിങ്ങൾ ആരും വീശണ്ട. ഇത് എന്റെ അളിയനാ, ഞാൻ വീശിക്കോളാം. ഇങ്ങോട്ട് മാറുന്നാ, ഞാൻ വീശി തരാം. ആരാച്ചാ വീശിക്കോളാം. അതെ, വെള്ളം കുടിക്കും. അളിയനോ? ഇനി അങ്ങനെയല്ലേ വിളിക്കല്. സർ, ഡെപ്പോസിറ്റ് ഞങ്ങളുടെ ബാങ്കിൽ തന്നെ തരാം. സാർ, ഞങ്ങളുടെ ബാങ്കിന്റെ കാര്യം മറക്കരുത്. സാർ, ഞങ്ങളുടെ ബാങ്കിന് കൈവിടരുത്. നിർത്ത്. എന്റെ പണം, എന്റെ ഡെപ്പോസിറ്റ്, അത് ഏത് എവിടെ ബാങ്കിൽ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഏത് മനസ്സിലായ കേട്ടോ? പോയിക്കോ വണ്ടിയില്ലേ. ഇനി ഈ വീട്ടിലെല്ലാരോടും കൂടി, എന്റെ ഭാര്യയോടും കൂടി ഞാനൊരു കാര്യം പറയാം. ഇന്ന് ഈ നിമിഷം വരെ ഒരു പുഴുത്ത പട്ടിനെ പോലെ എന്നെ കണ്ടോര്
എന്റെ ഭാര്യ വീട്ടുകാരെന്ന ഈ ഹംകിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയണം. ഇന്ന് ഞാൻ വെറും കുഞ്ഞാമല്ല, കോടീശ്വരനായ കുഞ്ഞാമാണ്. ഇനി മുതലേ ഞാൻ പറയുന്നതായിരിക്കണം ഈ വീട്ടിലെ അവസാനത്തെ വാക്ക്. അതാണ് കേട്ടോ. എല്ലാരും കേട്ടല്ലോ? കേട്ടാ? എന്നെ അനുസരിക്കാത്തവർക്ക് ഇപ്പൊ വീട് വിട്ടിറങ്ങാം. ആർക്കെങ്കിലും മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ? എന്തോന്ന്? ഉണ്ട്. എനിക്കൊരു അഭിപ്രായം ഉണ്ട്. ഈ വീട്ടിലെ മൂത്ത കാരണവര് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അഭിപ്രായം ഉണ്ട്. എന്താ അത്? പറഞ്ഞോ. പറയാനല്ലടാ, ആ. ചെയ്യാനാണ്. ശരി, പകൽക്കിനാ വരുന്നല്ലേ? അപ്പൊ ലോട്ടറിയോ? സുലുവാ, എടിയാ കൂർക്ക് പോയിക്ക് വന്നിക്കണാ? ഓലക്കപ്പുഴക്കാണ് വെന്തിക്കണത്. നോട്ടുചക്ക് പോത്ത് പോലെ കിടന്നിട്ട് ഒന്ന് എണീറ്റ് വെക്കണേ. അപ്പൊ അതും ഇല്ലേ? എന്നാ കുറച്ചേരെങ്കിലും ഉറങ്ങാം. ഇജ്ജ് വെന്താ വിളിച്ചോ.